നമസ്കാരം. പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരും ദിവസങ്ങളിലെ വാർത്തകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ഷേമ പെൻഷൻ മുടങ്ങാതിരിക്കാൻ ബജറ്റിൽ പറഞ്ഞ പ്ലാൻ ബി സർക്കാർ നടപ്പാക്കും. പണം ചിലവഴിക്കലിന്റെ മുൻഗണനയിൽ മാറ്റം വരുത്തും. ശമ്പളത്തിന് പിന്നാലെ പ്രാധാന്യം ക്ഷേമ പെൻഷന് നൽകും. അടുത്ത മുൻഗണന സിവിൽ സപ്ലൈസ് ഉൾപ്പെടെ ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന മേഖലകൾക്ക്. വൻകിട പദ്ധതികൾ ഗുണം ചെയ്യുന്നില്ലെങ്കിൽ ചിലവ് വെട്ടിക്കുറക്കും. ക്ഷേമ പെൻഷൻ കുടിശ്ശിക തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുൻപ് കൊടുത്തു തീർക്കാനാണ് ശ്രമം. സംസ്ഥാനത്തിന്റെ തനത് വരുമാനം കൂട്ടുന്നത് പ്ലാൻ ബിക്ക് ഗുണകരമാകുമെന്നാണ് ധനവകുപ്പ് വൃത്തങ്ങൾ പറയുന്നത്. സാമ്പത്തിക പ്രതിസന്ധി തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാവുകയും ധനവകുപ്പ് രൂക്ഷമായ ആക്രമണത്തിന് വിധേയമാവുകയും ചെയ്തതോടെ സാധാരണക്കാരനെ ഒപ്പം നിർത്താനാണ് ബജറ്റിൽ ചൂണ്ടിക്കാട്ടിയ പ്ലാൻ ബി പുറത്തെടുക്കാൻ സർക്കാർ ഒരുങ്ങുന്നത്. കേന്ദ്ര സർക്കാർ സഹായിക്കുന്നില്ലെങ്കിൽ സംസ്ഥാനത്തിന് പ്ലാൻ ബി ഉണ്ടെന്നായിരുന്നു ധനമന്ത്രി KN ബാലഗോപാൽ ബജറ്റ് പ്രഖ്യാപനത്തിൽ അറിയിച്ചത്. ക്ഷേമ പെൻഷൻ മുടങ്ങാതെ നൽകാനാണ് പ്ലാൻ ബി പുറത്തെടുക്കാൻ ധനവകുപ്പ് തയ്യാറെടുക്കുന്നത്. പണം ചിലവഴിക്കലിന്റെ മുൻഗണനയിൽ മാറ്റം വരുത്തുന്നതാണ് പ്ലാൻ ബിയുടെ ആദ്യഘട്ടം. ശമ്പളത്തിന് പിന്നാലെ അടുത്ത മുൻഗണനയായി ക്ഷേമ പെൻഷൻ നിശ്ചയിക്കാനാണ് ധനവകുപ്പിലെ ആലോചന. ഒരു നിശ്ചിത തീയതി പ്രഖ്യാപിച്ച് ആ ദിവസം ക്ഷേമ പെൻഷൻ അക്കൗണ്ടിൽ വരും. കൂടാതെ സാധാരണക്കാരനുമായി നേരിട്ട് ബന്ധപ്പെടുന്ന സിവിൽ സപ്ലൈസിന് കൂടുതൽ മുൻഗണന നൽകും. ഗുണം ചെയ്യാത്ത വൻകിട പദ്ധതികളിൽ ചിലവ് തൽക്കാലം വെട്ടിക്കുറക്കാനാണ് സർക്കാർ ആലോചന. തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുൻപ് മുഴുവൻ പെൻഷൻ കുടിശ്ശികയും കൊടുത്തു തീർക്കാൻ ശ്രമം നടത്തും. സംസ്ഥാനത്തിന്റെ തനത് വരുമാനം കൂടുന്നത് പ്ലാൻ ബിക്ക് ഗുണകരമാകുമെന്നാണ് ധനവകുപ്പ് വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. വരും ദിവസങ്ങളിലെ കൂടുതൽ വാർത്തകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.